ഹരി ഓം. എന്ന ശ്രീമന്നാരായണത്തിലെ 46-ാം ദശകം ഉണ്ണികൃഷ്ണൻ്റെ വായിൽ യശോദ പ്രപഞ്ചം മുഴുവൻ കണ്ട കഥ പറയാൻ പോകുന്നു. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഐ ദേവ പുരാ കില ത്വയി സ്വയമുത്താനശയേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവീ. ഐ ദേവ, അല്ലയോ ഭഗവാനെ, പുരാ പണ്ടൊരിക്കൽ, ഉത്താനശയസ്തനന്ധയേ ത്വയി, മലർന്നു കിടന്നു മുലകുടിക്കുന്ന പ്രായത്തിൽ അങ്ങ് സ്വയം പരിജൃംഭണതഃ വ്യാപവൃതേ വദനേ, തന്നെത്താൻ കോട്ടുവായ് നിമിത്തം മുഴുക്കെ തുറന്ന വായ്ക്കുള്ളിൽ വല്ലവീ വിശ്വം അചഷ്ടകില, യശോദ ചരാചരാത്മകമായ ഈ ലോകമാസകലം കണ്ടുവല്ലോ. 2-ാമത്തെ ശ്ലോകം. പുനരപ്യഥ ബാലകൈഃ സമം ത്വയി ലീലാനിരതേ ജഗത്പതേ ഫലസഞ്ജയ വഞ്ചനക്രുധാ തവ മൃദ്ഭോജനമൂചുരർഭകാഃ. അർത്ഥം: ഹേ ജഗത്പദേ, അല്ലയോ വിശ്വനാഥ, അഥ പുനഃ അപി ത്വയി ബാലകൈഃ സമം ലീലാനിരതേ, പിന്നീടൊരിക്കൽ കൂടി അങ്ങ് കൂട്ടുകാരുമായി കളിക്കുമ്പോൾ ഫലസഞ്ജയ വഞ്ചനക്രുധ, പലവട്ടം തങ്ങളെ പറ്റിച്ച് പഴമെടുത്തതുകൊണ്ടുള്ള ഈർഷ്യ മൂലം അർഭകാഹ തവ മൃദ്ഭോജനം ഊജു, കുട്ടികൾ നിന്തിരുവടി മണ്ണു തിന്നുവെന്ന് അമ്മയോടു ചെന്നു പറഞ്ഞു. 3-ാമത്തെ ശ്ലോകം. ഐ തേ പ്രളയാവധൗ വിഭോ ക്ഷിതിതോയാതി സമസ്തഭക്ഷിണ മൃദുപാശനതോരുജാ ഭവേദിതി ഭീതാ ജനനീ ചുകോപസാ. അർത്ഥം: ഐ വിഭോ, എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ, പ്രളയാവധൗ ക്ഷിതിതോയാതി സമസ്ത ഭക്ഷിണഹാത്തെ, പ്രളയകാലത്തിൽ ഭൂമി, വെള്ളം തുടങ്ങി പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവനും അകത്താക്കുന്ന അവിടുത്തേക്ക് മൃദുപാശനതഃ രുജാ ഭവേദിതി ഭീത, അല്പം മണ്ണു തിന്നതുകൊണ്ട് ദണ്ണം പിടിക്കുമെന്ന് പേടിച്ച് സാ ജനനീ ചുകോപ, അമ്മ യശോദ കോപിച്ചു. 4-ാമത്തെ ശ്ലോകം. ഐ ദുർവിനയാത്മകത്വയാ കിമു മൃത്സാപത വത്സ ഭക്ഷിതാ ഇതി മാതൃഗിരം ചിരം വിഭോ വിദധാം താം പ്രതിജജ്ഞിഷേ ഹസൻ. അർത്ഥം: ഐ ദുർവിനയാത്മക വത്സ, ത്വയാ മൃത്സാ കിമു ഭക്ഷിത. എടാ കുസൃതിക്കുട്ട, അരുതെന്ന് വിലക്കിയിരുന്നിട്ടും കൂട്ടാകാതെ കഷ്ടം നീ മണ്ണു തിന്നു അല്ലേ. ഹേ വിഭോ, ഇതി മാതൃഗിരം ത്വം ഹസൻ ചിരം വിദധാം താം പ്രതിജജ്ഞിഷേ. എന്നിങ്ങനെയുള്ള അമ്മയുടെ ചോദ്യം, അല്ലയോ ഭഗവാനെ, അങ്ങ് പുഞ്ചിരിക്കുന്നവനായിട്ട് വളരെ നേരം നിഷ്ഫലമാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തിക്കൊടുത്തു. 5-ാമത്തെ ശ്ലോകം. ഐ തേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിതാര്യതാം ഇതി മാതൃവിഭർത്സിതോ മുഖം വികസത് പത്മനിഭം വ്യതാരയ. അർത്ഥം: ഐ സകലൈഃ വിനിശ്ചിതേ തേ വിമതിഃ ചേത്, എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞത് നിനക്ക് മാത്രം സമ്മതമല്ലെങ്കിൽ ഉണ്ണി വദനം വിതാര്യതാമിതി, കാണട്ടെ, വായ് പൊളിക്കൂ എന്നിങ്ങനെ മാതൃവിഭത്സിതഃ വികസത് പത്മനിഭം വദനം വ്യതാരയ, അമ്മ ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ നിന്തിരുവടി മടിക്കാതെ പൊട്ടിവിരിയുന്ന ചെന്താമര പോലെ ആകർഷകമാകുമാറ് വായ് പിളർത്തിക്കാട്ടി. 6-ാമത്തെ ശ്ലോകം. അപി മൃല്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ
പൃഥിവീം നിഖിലാം ന കേവലം ഭുവനാന്യപ്യഖിലാന്യതീദൃശ. അർത്ഥം: മൃല്ലവദർശനോത്സുകാം അപി താം ജനനീം ബഹുതർപ്പയൻ ഇവ. ലേശമെങ്കിലും മണ്ണ് കണ്ണൻ്റെ വായ്ക്കകത്ത് കാണാമെന്ന് വെച്ച് ശ്രദ്ധിച്ചു നോക്കുന്ന അമ്മയ്ക്ക് ധാരാളം തൃപ്തിയായിക്കോട്ടെ എന്ന് തീരുമാനിച്ചിട്ടോ എന്ന് തോന്നുമാറ്. ത്വം നിഖിലാം പൃഥിവീം ന കേവലം അഖിലാനി ഭുവനാനി അപി അതീദൃശഃ. നിന്തിരുവടി ഭൂലോകം മുഴുവനും മാത്രമല്ല, മറ്റുള്ള എല്ലാ ലോകങ്ങളും കാണിച്ചു കൊടുത്തു. 7-ാമത്തെ ശ്ലോകം. കുഹചിദ്വനമംബുധി ക്വചിത് ക്വചിദഭ്രം കുഹചിദ്രസാതലം മനുജാതനുജാ ക്വചിത് സുരാ ദധൃശേ കിം ന തദാ ത്വദാനനേ. അർത്ഥം: കുഹചിത് വനം ക്വചിത് അംബുധി ക്വചിത് അഭ്രം കുഹചിത് രസാതലം ക്വചിത് മനുജാഹ ധനുജാഹ സുരാഹ. ഒരിടത്ത് കാട്, മറ്റൊരിടത്ത് സമുദ്രം, ഇനിയും ഒരിടത്ത് ആകാശം, വേറെ ഒരിടത്ത് പാതാളം, പിന്നെയും ഒരിടത്ത് മനുഷ്യർ, അസുരന്മാർ, ദേവന്മാർ, ഇങ്ങനെ. തദാത്വദാനനെ കിംന ദദൃശേ. ആ സമയത്ത് നിന്തിരുവടിയുടെ വായിൽ കാണാത്തതായിട്ട് എന്തുണ്ട്? ഒന്നുമില്ല എന്ന് സാരം. 14 ലോകവും അതിലുള്ള സകല പദാർത്ഥങ്ങളും ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു. 8-ാമത്തെ ശ്ലോകം. കലശാംബുധിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസിനം സ്വപുരശ്ച നിജാർഭകാത്മകം കതിഥാ ത്വാം ന ദദർശ സാമുഖേ. അർത്ഥം: സാമുഖ്യേ പുനഃ കലശാംബുധിശായിനം. യശോദ തിരുമുഖത്തിൽ പിന്നെ പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനായും പരവൈകുണ്ഠപദാധിവാസിനം സർവോത്കൃഷ്ടമായ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നവനായും സ്വപുരഃ നിജാർഭകാത്മകം ച കതിഥാ ത്വാം ന ദദർശ. തൻ്റെ കൺമുമ്പിൽ പുത്രഭാവത്തിൽ നിൽക്കുന്നവനായും അങ്ങയെ എത്രയെത്ര തരത്തിൽ ദർശിച്ചില്ല. 9-ാമത്തെ ശ്ലോകം. വികസദ്ഭുവനേ മുഖോദരേ നനു ഭൂയോപി തഥാ വിധാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗതാംബതാതനോത്. അർത്ഥം: വികസദ്ഭുവനേ മുഖോദരേ. വിരിഞ്ഞുവരുന്ന ലോകങ്ങളോടുകൂടിയ നിന്തിരുവടിയുടെ വായ്ക്കകത്ത് നനു ഭൂയഃ അപി തഥാവിധാനനഃ അനയാസ്ഫുടം ഈക്ഷിതഃ ഭവാൻ. നിശ്ചയമായും വീണ്ടും അമ്മാതിരി വായ് തുറന്നു നിൽക്കുന്നവനായിട്ട് അമ്മയാൽ സ്പഷ്ടമായി കാണപ്പെട്ട നിന്തിരുവടി ജഗതാമനവസ്ഥാം ബദ അതനോത്. പ്രപഞ്ചം അനന്തവും അസ്ഥിരവുമാണെന്ന് അത്ഭുതകരമാം വണ്ണം വിശദമാക്കി. 10-ാമത്തെ ശ്ലോകം. ധൃതതത്വധീയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംബദിശേത്യുപാസജൻ ഭഗവൻ അദ്ഭുതബാല പാഹി മാം. അർത്ഥം: തഥാ ക്ഷണം ധൃതതത്വധീയം. അപ്പോൾ ക്ഷണനേരത്തേക്ക് പരമാർത്ഥബോധമുണ്ടായ താം ജനനീം പ്രണയേന മോഹയൻ. ആ അമ്മയെ സ്നേഹമയമായ മായയാൽ മയക്കുന്നവനായിട്ട് ഹേ അംബ സ്തനം ദിശ. അമ്മേ അമ്മിഞ്ഞു തരൂ. ഇതി ഉപാസജൻ ഹേ ഭഗവൻ അദ്ഭുതബാല മാം പാഹി എന്നു പറഞ്ഞുകൊണ്ട് പറ്റിക്കൂടുന്ന അത്ഭുത ശിശുവായ ഭഗവാനെ ഗുരുവായൂരപ്പ, നിന്തിരുവടി അടിയനെ രക്ഷിക്കണേ. ഈ 46-ാം ദശകത്തിൽ ഉണ്ണികൃഷ്ണൻ്റെ വായിൽ യശോദ പ്രപഞ്ചം മുഴുവനും കണ്ട കഥയാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 34 മുതൽ 4 ശ്ലോകം കൊണ്ടും 8-ാം അധ്യായത്തിൽ 32 മുതൽ 45 വരെ 14 ശ്ലോകം കൊണ്ടും വർണ്ണിച്ചിട്ടുള്ള കഥകളാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യ വിഷയം. ഭഗവാൻ
മുമ്പൊരിക്കൽ മലർന്നു കിടന്നു മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെത്താൻ കോട്ടുവായി നിമിത്തം മുഴുക്കെ തുറന്ന വായിൽ യശോദ ചരാചരാത്മകമായി ലോകമാസകലം കണ്ടു. അതായത് യശോദ ഭഗവാന്റെ വായിൽ ലോകമാസകലം കണ്ടത് 2 പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം കണ്ടത് 1-ാമത്തെ ശ്ലോകം കൊണ്ടും രണ്ടാമത്തെ പ്രാവശ്യം കണ്ടത് 9 ശ്ലോകം കൊണ്ടും ഈ ദശകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഭഗവാൻ 2-ാമത്തെ പ്രാവശ്യം കാണിക്കുന്നത് ലോകം മുഴുവനും സ്വന്തം വായ്ക്കുള്ളിൽ അമ്മയായ യശോദയ്ക്ക് കാണിക്കുന്നത് എപ്രകാരമെന്നാൽ, കൂട്ടുകാരുമായി കളിക്കുമ്പോൾ പലവട്ടം തങ്ങളെ പറ്റിച്ച് പഴമെടുത്തുകൊണ്ടുള്ള അസൂയ മൂലം കുട്ടികൾ ഭഗവാൻ മണ്ണു തിന്നു എന്ന അമ്മയോട് ചെന്നു പറഞ്ഞു. അപ്പോൾ പ്രളയകാലത്തിൽ ഭൂമി, വെള്ളം തുടങ്ങി പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവനും അകത്താക്കുന്ന ഭഗവാന് അല്പം മണ്ണു തിന്നതുകൊണ്ട് ദണ്ണം അഥവാ അസുഖം വരുമെന്ന് പേടിച്ച് അമ്മ യശോദ കോപിച്ചു. എടാ കുസൃതിക്കുട്ട, അരുതെന്ന് വിലക്കിയിരുന്നിട്ടും കൂട്ടാക്കാതെ നീ മണ്ണു തിന്നില്ലേ, കഷ്ടം എന്നിങ്ങനെയുള്ള അമ്മയുടെ ചോദ്യം നിഷ്ഫലമാണെന്ന് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യശോദയ്ക്ക് ബോധ്യപ്പെടുത്തിക്കൊടുത്തു. ഉണ്ണി, എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞത് നിനക്ക് മാത്രം സമ്മതമല്ലെങ്കിൽ കാണട്ടെ, വായ് പൊളിക്കൂ എന്നിങ്ങനെ അമ്മ ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ ഭഗവാൻ ഒട്ടും മടിക്കാതെ പൊട്ടിവിരിയുന്ന ചെന്താമര പോലെ ആകർഷകമാകുമാറുള്ള ആ വായ് പിളർത്തിക്കാട്ടി. ലേശമെങ്കിലും മണ്ണ് കണ്ണൻ്റെ വായ്ക്കകത്ത് കാണാമെന്ന് വെച്ച് ശ്രദ്ധിച്ചു നോക്കുന്ന അമ്മയ്ക്ക് ധാരാളം തൃപ്തിയായിക്കോട്ടെ എന്ന് തീരുമാനിച്ചിട്ടോ എന്ന് തോന്നുമാറ് ഭഗവാൻ ഭൂലോകം മുഴുവനും മാത്രമല്ല മറ്റുള്ള എല്ലാ ലോകങ്ങളും കാണിച്ചു കൊടുത്തു. ഒരിടത്ത് കാട്, മറ്റൊരിടത്ത് സമുദ്രം, പിന്നെ ആകാശം, പാതാളം, മനുഷ്യർ, അസുരന്മാർ, ദേവന്മാർ, ഇങ്ങനെ ആ സമയത്ത് നിന്തിരുവടിയുടെ ഭഗവാന്റെ വായിൽ കാണാത്തതായി ഒന്നുമില്ല എന്ന് സാരം. 14 ലോകവും അതിലുള്ള സകല പദാർത്ഥങ്ങളും ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്ന് സംഗ്രഹിച്ചിരിക്കുന്നു. യശോദ തിരുമുഖത്തിൽ പിന്നെ പാലാഴിയിൽ പള്ളികൊള്ളുന്നവനായും സർവോത്കൃഷ്ടമായ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നവനായും തൻ്റെ കൺമുന്നിൽ പുത്രഭാവത്തിൽ നിൽക്കുന്നവനായും അങ്ങയെ എത്രയെത്ര തരത്തിൽ ദർശിച്ചുവല്ലോ. വിരിഞ്ഞു വരുന്ന ലോകങ്ങളോടുകൂടിയ അവിടുത്തെ, അതായത് ഭഗവാന്റെ വായ്ക്കകത്ത് നിശ്ചയമായും വീണ്ടും അമ്മാതിരി വായ് തുറന്നു നിൽക്കുന്നവനായിട്ട് യശോദയാൽ സ്പഷ്ടമായി കാണപ്പെട്ട നിന്തിരുവടി ഭഗവാൻ പ്രപഞ്ചം അനന്തവും അസ്ഥിരവുമാണെന്ന്, എണ്ണാൻ കഴിയാത്തത്രയും ഉള്ളതും അതുപോലെ നശിക്കുന്നതുമാണെന്ന് അത്ഭുതകരമാം വണ്ണം വിശദമാക്കി. അല്പനേരത്തേക്ക് തത്വജ്ഞാനമുണ്ടായ അമ്മയെ, യശോദയെ ഭഗവാൻ വീണ്ടും പുത്രസ്നേഹമാകുന്ന മായയാൽ വശീകരിക്കുന്നു. അതായത് ക്ഷണനേരത്തേക്ക് പരമാർത്ഥ ബോധമുണ്ടായ യശോദയെ സ്നേഹമയമായ മായയാൽ മയക്കുന്നവനായിട്ട് അമ്മേ അമ്മിഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കൂടുന്ന അത്ഭുത ശിശുവായ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ രക്ഷിക്കണേ.